യെസ്, ഐ അഗ്രി വിത്ത് ദ ട്രെൻഡ്. എൽഡസ്റ്റ് ഡോട്ടേഴ്സ് ആ ബോസി വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനേക്കാട്ടിൽ സീൻ പിടിച്ച കുറച്ച് ആൾക്കാരുണ്ട്, ഞങ്ങളെപ്പോലത്തെ ഒറ്റമക്കൾ. ഞങ്ങൾ എൽഡസ്റ്റ് ഡോട്ടേഴ്സ് മാത്രമല്ല, ഒള്ളി ഡോട്ടേഴ്സാണ്. അതുകൊണ്ട് അതിന് നല്ല വശങ്ങളും നമുക്കുണ്ട്, ചീത്ത വശങ്ങളും നമുക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് കുഞ്ഞിലെ തൊട്ടേ ആർഗ്യൂ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് ശരി എന്ന് നമ്മൾ തന്നെ വിചാരിച്ച് കുറേ നാൾ നടക്കും. അപ്പോൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് അത് അഹങ്കാരമായിട്ട് തോന്നും, ചിലപ്പോൾ ബോസിനെസ് ആയിട്ട് തോന്നും. അതൊക്കെ കാണുന്നവരുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് കുറച്ചൊക്കെ വേരിയേഷൻസ് വരും. പിന്നെ രണ്ട് രീതിയിൽ നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒന്നാമത്, നമുക്ക് ഒറ്റപ്പെടുത്തി തോൽപ്പിക്കാൻ പറ്റില്ല. രണ്ട്, ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. ലോൺലിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂടപ്പുറപ്പാണ്. നമ്മൾ വളരെ യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം നമ്മുടെ വീട്ടിലെ സൈലൻസ്, നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു സ്വന്തം സ്പേസ് നമുക്ക് ഭയങ്കര വലിയൊരു പ്രിവിലേജുമാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് കുഞ്ഞിലെ ഭയങ്കര സങ്കടം തരുന്നൊരു കാര്യമാണ്. എനിക്കൊക്കെ ഹോസ്റ്റലിൽ നിന്നപ്പം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഭയങ്കര ബഹളം ഉണ്ടാകുമ്പോൾ ആ ഒരു പീസ് ഓഫ് മൊമെൻറ്റ്, ഒരു പീസ് ഓഫ് സൈലൻസ് കിട്ടിയില്ല ഞാൻ ഭയങ്കര ബാഡാവുമായിരുന്നു. അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. കാരണം ഞാൻ അതായിട്ട് ഭയങ്കര യൂസ്ഡ് ആയിപ്പോയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് കോണി കൊണ്ടിട്ടാലും ഒറ്റമക്കൾ ജീവിക്കുമെന്ന് പറയുന്നത് വളരെ വളരെ കറക്റ്റാണ്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ സ്വന്തം ടൈമിൽ എൻജോയ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്, ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. അത് നമ്മുടെ വീട്ടിലൊരു ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കും. കാരണം നമ്മുടെ അപ്പയും അമ്മയും നമ്മളോട് പറയും, ഞങ്ങൾക്ക് നീ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയും. നമ്മൾ തിരിച്ചു പറയും, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് പിന്നെന്താണ് ചോദിക്കുക. സോ ഇതൊരു ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. പിന്നെ എല്ലാ ഒറ്റമക്കളും കേട്ടിട്ടുള്ളൊരു ക്ലീശ ചോദ്യമായിരിക്കും, ഒരാളല്ലേ ഉള്ളൂ, എന്ത് സുഖമാണ്, ഒന്നും ഷെയർ ചെയ്യണ്ടല്ലോ. പക്ഷെ ചിലപ്പോഴൊക്കെ ആ ഷെയർ ചെയ്യാതിരിക്കുന്നതിൽ ഒരു ഭയങ്കര പെയിൻ നമ്മൾ ഫീൽ ചെയ്യും. കാരണം കാര്യങ്ങൾ മാത്രമല്ല, സാധനങ്ങൾ മാത്രമല്ല, നമുക്ക് ചില സമയത്ത് ഒരു കാര്യം വിളിച്ച് പറയണമെങ്കിലോ, നമ്മുടെ ഇമോഷൻസ് കൺവേ ചെയ്യണമെങ്കിലോ, നമുക്കൊരു പ്രശ്നം വന്നാൽ വിളിക്കണമെങ്കിലോ, നമ്മളെപ്പോലെ മനസ്സിലാക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാതെ വരുമ്പോൾ